നമസ്കാരം. എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് സ്കൂളുകളിലാണെങ്കിലും തുടർന്നുള്ള നാളുകൾ കോളേജുകളിലാണെങ്കിലും പുതിയ കോഴ്സുകളും അതുപോലെ തന്നെ പുതിയ ക്ലാസ്സുകളിലേക്കുള്ള അധ്യയന വർഷം പഠന കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഒരു മാസത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് കുറെ കൂടെ സീരിയസ് ആയിട്ട് ഈ ഒരു അക്കാഡമിക് ഇയറിനെ കാണേണ്ടതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വ്യക്തമായ ലക്ഷ്യം ഉണ്ടാവും, ജീവിതത്തിൽ എന്തായി തീരണം എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും ഓരോ പഠന സംബന്ധമായി അവർ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഒപ്പം അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം അല്ലെങ്കിൽ അവരുടെ ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂള് ഓരോ ദിവസവും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തമായ ഒരു റൂട്ടീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് ഓവർ ദ ടൈം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വലിയ രീതിയിൽ സഹായിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു ഷെഡ്യൂളിനകത്ത് ഒന്നാമതായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 3 ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. അതായത് ഉറക്കം, അതുപോലെ തന്നെ ഫുഡ്, അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, എന്തെങ്കിലും തരത്തിലുള്ള എക്സർസൈസ്. ഇപ്പോൾ ഉറക്കത്തിന് ഒരു ബെസ്റ്റായിട്ട് എല്ലാവരും ഫോളോ ചെയ്യേണ്ടുന്ന ഒരു റെക്കമെൻഡബിൾ അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് രാത്രി ഒരു 10-നും 11 മണിക്കും ഇടയ്ക്ക് ഉറങ്ങുക, 6 മണിക്ക് മുന്നേ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ഫിക്സ് ചെയ്യുക, എന്നിട്ട് എല്ലാ ദിവസവും ആ സമയം തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതിന് ഒരു ടൈം ഫിക്സ് ചെയ്യുക. രാവിലെ 8-8:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്ക് ഒരു 1-നും 2-നും ഇടയ്ക്ക് ലഞ്ച് കഴിക്കുക, രാത്രി ഒരു 7-7:30 ഡിന്നറും കഴിക്കുക. അപ്പോൾ അതൊരു റൂട്ടീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും, വലിയ രീതിയിലുള്ള ബെനിഫിഷ്യലായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ എക്സർസൈസിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരു സമയം മാറ്റി വയ്ക്കുക. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒരു ഫിക്സഡ് ടൈം വയ്ക്കുക. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം വെച്ചതിന് ശേഷം എല്ലാ ദിവസവും ആ സമയമാകുമ്പോൾ തന്നെ എക്സർസൈസിന് വേണ്ടിയിട്ട് ഇറങ്ങുക. അപ്പോൾ അത് വലിയ രീതിയിൽ നിങ്ങൾ കുറേ കൂടെ അലേർട്ട്നെസ്സും അതുപോലെ തന്നെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് അറിവ് നേടുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ കുറെ കൂടെ മോഡിഫിക്കേഷനും ബെറ്റർ ആക്കുന്നതിനും മറ്റു ആൾക്കാരുമായിട്ട് കുറെ കൂടെ നല്ല റിലേഷൻഷിപ്പും ഇൻട്രാക്ഷൻസും ഒക്കെ ഉണ്ടാക്കുന്നതിനും കൂടി വേണ്ടിയിട്ട് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ കുറെ കൂടെ സെൽഫ് കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ബെറ്റർ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്കൂള്, കോളേജ് മുതലായ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആക്ച്വലി ഗോള് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഔട്ട്കം ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രഷേർഡായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിനേക്കാളും നമ്മുടെ ഒരു കോമ്പറ്റൻസി ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ പഠിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. അത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയും അത് നമ്മുടെ ഫൈനലായിട്ടുള്ള എക്സാമിന് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പകരം നേരെ മറിച്ചാണെങ്കിൽ പ്രഷർ ടു സക്സസ് എന്ന് പറയുന്ന പ്രഷർ നമ്മളെ ഓരോ ദിവസവും വലിയ രീതിയിൽ ഹാംഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു അക്കാഡമിക് ഇയർ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഇയറും ഒരു റിസൾട്ടും എൻഡും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.